PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ 4th സ്റ്റേജിൽ നടന്ന PSC എക്സാമിൻ്റെ 10th പ്രിലിംസിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസാണ് ഇവിടെ നോക്കുന്നത്. 19 തമിഴ്നാട്ടിൽ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. 20 സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. 20 സി കുമാരഗുരുദേവൻ സമത്വ സമാജം. 21 ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. 21 ഓപ്ഷൻ ഡി ആണ് ആനി ബസന്റ്. 22 നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ആണ് ചൗരി ചൗര സംഭവം. 23 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി. ഓപ്ഷൻ ഡി ആണ് ബഹദൂർ ഷാ രണ്ടാമൻ. 24 ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലക്. 25 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപകൻ. ഓപ്ഷൻ ബി ആണ് അപനീന്ദ്രനാഥ ടാഗോർ. 26 ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം ഏത്? 26 ഓപ്ഷൻ എ ആണ് നീതി ആയോഗ്. 27 പ്രോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി ആണ് ദാദാഭായ് നവറോജി. 28 ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 29 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ഫസൽ അലി. 30 ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. 30 ഓപ്ഷൻ സി 1936. 31 താഴെ തന്നിരിക്കുന്ന സംസ്കാരങ്ങളും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 31 ഓപ്ഷൻ എ ആണ് വിദ്യാഭ്യാസത്തിനായുള്ള അവകാശം. 32 അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമേത്? 32 ഓപ്ഷൻ സി ആണ് ശ്രീലങ്ക. 33 ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? 33 ഓപ്ഷൻ സി ആണ് ബാസപ്പ ദാനപ്പ ജട്ടി. 34 അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. 34 ഡി ആണ് അനുച്ഛേദം 51 4. 35 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമുള്ള ശമ്പളം ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 35 ബി ആണ്. ആർട്ടിക്കിൾ 97. 36 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമസഭകളിൽ ചർച്ചയാവാം. അതാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 37 വിവരാവകാശ കമ്മീഷൻ്റെ ഘടന. 37 ഓപ്ഷൻ സി ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 38 നിലവിൽ കേരള വിവരാവകാശ കമ്മീഷണർ. 38 ഓപ്ഷൻ സി ആണ് ശ്രീ വി ഹരി നായർ. 39 ഇന്ത്യയിൽ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. 39 ഓപ്ഷൻ ബി ആണ് NH 66 മുംബൈ ഗോവ. 40 സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 40 ഡി ആണ് അനുച്ഛേദം 39 ബി.